ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് പ്രേക്ഷകർ നമ്മളെ പഴയ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, പുതിയതായിട്ട് വന്ന ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടിന് ഉത്തരവായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഫ്രിഡ്ജിന്റെ അത് കണ്ടന്റ് കാണുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ സ്വിച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് റിലേ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഓയിൽ പി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, തെർമോസ്റ്റാറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ബൈമെറ്റൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, തെർമൽ ഫീസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ എൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കിടപ്പുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവർക്ക് എല്ലാവർക്കും പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ എൻ്റെ എല്ലാ വീഡിയോയും കിട്ടും, നിങ്ങൾ കയറി കാണാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലേക്ക് നാളാക്കിടാൻ മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അവസാനം പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യുന്ന മറന്നു, ലൈക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്കൊരു പ്രചോദനം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് അറിഞ്ഞൂടാത്തുണ്ടാകും. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ്, ബ്രോ നമ്മളെ ഫ്രിഡ്ജിന്റെ സ്വിച്ച് എങ്ങനെ ഇളക്കണമെന്നുള്ള വീഡിയോ പുള്ളിക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇളക്കി എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മളെ മൊബൈലിൽ ഞാൻ ഇപ്പം നമ്മളെ സബ്സ്ക്രൈബർക്ക് ഇപ്പോൾ എങ്ങനെയാണ് ചിലവർക്ക് പ്ലേലിസ്റ്റ് എങ്ങനെയാണ് കയറി നോക്കണമെന്ന് അറിഞ്ഞിട്ടാത്ത ഒരുപാട് ആൾക്കാർ കാണും. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല, ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ മൊബൈലിൽ ഇപ്പം സ്ക്രീൻ റെക്കോർഡ് അടക്കം കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് കയറി ഓരോ വീഡിയോ എങ്ങനെ കാണണമെന്നുള്ളത്, പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ഓപ്പൺ ആക്കണം എന്നുള്ളത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ യൂട്യൂബ് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് ഞാൻ പറയണ ഓരോന്നിൻ്റെ, അതായത് ടൈമർ ആയിക്കോട്ടെ, സ്റ്റാർട്ടിംഗ് റിലേ ആയിക്കോട്ടെ, അതിനൊക്കെ തന്നെ തെർമോസ്റ്റാറ്റ് ആയിക്കോട്ടെ, ഏത് കാര്യത്തിൻ്റെയും പറയുന്നതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. അത് കണക്കിന് അതിൻ്റെ ഉള്ള റെക്കോർഡിങ്, അതിൻ്റെ ഞാൻ പറയുന്നതിൻ്റെ വീഡിയോ മേലെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ആക്കുക. യൂട്യൂബ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മേലെ ചെന്നിട്ട് സെർച്ച് ചെയ്യുക. മേലെ ചെന്നതിന് ശേഷം എൻ്റെ ചാനലിൻ്റെ പേര് മഴവിലേസ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മളെ ചാനൽ ഓപ്പൺ ആകും. ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ആകുക. പ്ലേലിസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പം ഒരു മറ്റേ അൺബോക്സ് വീഡിയോ ചെയ്യണതിൻ്റെ ഒരു പ്ലേലിസ്റ്റിലായിട്ട് ചെയ്യണത്. അത് കണക്ക് തന്നെ 9 സ്വിച്ചിൻ്റെ ചെയ്യണത്, അങ്ങനെ അതെല്ലാം ഇലക്ട്രിക് ചെയ്യണതിൻ്റെ എല്ലാം ഒരു പ്ലേലിസ്റ്റ്, ഗ്രൈൻഡർ ഡ്രിൽ മെഷീൻ ചെയ്യണ ഒരു പ്ലേലിസ്റ്റ്, വിൻഡോ എ സി ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ്, ഫ്രിഡ്ജ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ്, അതിനെ സ്പ്ലിറ്റ് എ സി ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ്, അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഫ്രിഡ്ജിൻ്റെതാണ്. അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ ഭാഗം ഓപ്പൺ ആക്കുക. നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രിഡ്ജിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ, അതായത് ഏതൊട്ട് ഇസഡുള്ള വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ നമ്മളിപ്പോൾ എടുക്കാം. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഹൗ ടു ചേഞ്ച് ഓവർലോഡ് പ്രൊട്ടക്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടർ റിലേ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് കയറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് റിലേയും ഓയിൽ പി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ടൈമർ എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആ മേലെ ടൈമറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ കറക്റ്റ് ടൈമർ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്രിഡ്ജ് നമ്മൾ മാറി പുതിയ ഫിറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ കറക്റ്റ് കണ്ടാൽ അത് കറക്റ്റ് മനസ്സിലാവും. അതിനുശേഷം ബൈമെറ്റൽ, ഹീറ്റിംഗ് ബൈമെറ്റൽ എങ്ങനെയാണ് മാറണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഹീറ്റിംഗ് ബൈമെറ്റൽ എങ്ങനെയാണ് മാറണത്, അതിന് എങ്ങനെയാണ് ചെക്ക് ചെയ്യണത് എന്നൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും. അതിനുശേഷം തെർമോസ്റ്റാറ്റ്, ഫ്രിഡ്ജിൻ്റെ പ്രധാന ഭാഗം തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്, അത് എങ്ങനെയാണ് മാറുന്നതെന്നുള്ള വീഡിയോ എന്താ. അപ്പോൾ തെർമോസ്റ്റാറ്റ് എങ്ങനെ മാറുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ബട്ടണിൽ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് മാറുന്നത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിനൊക്കെ നേരത്തെ പറഞ്ഞിടക്ക് നമ്മൾ ബ്രോ ചോദിച്ചുള്ളത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ബൾബ് എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ ബൾബിൻ്റെ സ്വിച്ച് എങ്ങനെയാണ് മാറുന്നതിനുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. അത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ എങ്ങനെ ചെക്ക് ചെയ്യണം, എങ്ങനെ മാറുന്നുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്തത് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജിൽ ഇതിനൊക്കെ പിടിക്കുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് എൻ്റെ ഫ്രിഡ്ജ് പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഷോക്ക് വന്നു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം, അതെങ്ങനെ നമ്മൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ശരിയാക്കി ഷോക്ക് വരാതെ ആക്കി എടുക്കാന്നുള്ള വീഡിയോ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കിടപ്പുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഫുൾ വീഡിയോ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് കണക്ക് തന്നെ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെയും അത് കണക്കിന് ഫ്രിഡ്ജിൻ്റെ അത് ഡബിൾ ഡോർ ആയിക്കോട്ടെ, സിംഗിൾ ഡോർ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ അതായത് വയറിംഗ് ഡയഗ്രാം, വർക്കിംഗ് ഡയഗ്രാം ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് ഡബിൾ ഡോർ ഉള്ളവർക്ക് ഡബിൾ ഡോർ കയറി നോക്കാം, സിംഗിൾ ഡോർ ഉള്ളവർക്ക് സിംഗിൾ ഡോർ നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വയറിംഗ് ഡയഗ്രാം എങ്ങനെയാണ് വയർ പോണത്, എങ്ങനെയാണ് പ്രവർത്തിക്കാനുള്ള ഫുൾ വീഡിയോ നിങ്ങൾ ആ ലിങ്ക് നോക്കിയാൽ മനസ്സിലാവും. അതിനൊക്കെ ഫ്രിഡ്ജിൻ്റെ പ്രധാനപ്പെട്ടതായ അതിൻ്റെ ഹാർഡായ കംപ്രസർ, ഈ കംപ്രസർ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത് എന്നുള്ളത്, അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് എടുക്കുന്നത്, ഷോർട്ടായി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ കോയിലൊക്കെ എങ്ങനെ അകത്ത് കംപ്രസറിൻ്റെ ഉള്ളിൽ അകത്തെ കോയിലൊക്കെ കറക്റ്റാണ് വർക്ക് ആവണമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അത് കണക്ക് ഈ ഫ്രിഡ്ജിനെ കുറിച്ച് ഹീറ്റിംഗ് കോയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യണം, അതിന്റെ തെർമൽ ഫീസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നുള്ള വീഡിയോ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. അത് കയറി നോക്കി കഴിഞ്ഞാൽ അത് രണ്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്, എങ്ങനെയാണ് മാറുന്നത്, ഇവാപറേറ്ററിനത് എങ്ങനെ ഇളക്കി എടുക്കുന്നത് എന്നുള്ള വീഡിയോ എല്ലാം, ഇവാപറേറ്റർ കംപ്ലൈന്റ് വരെ എങ്ങനെ ഇളക്കി എടുക്കണമെന്നുള്ള വീഡിയോ എല്ലാം അതിന്റെ ഐ ബട്ടണിൽ കിടപ്പുണ്ട്. ആ ലിങ്ക് ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. കയറി അതും വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇതിലുള്ള മൊത്തം വീഡിയോ ഇതിനൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക്, ഇപ്പം ഇത് കാണണമെന്നുള്ളവർക്ക് ഈ പ്ലേലിസ്റ്റ് കയറി നോക്കാൻ പാടാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ മേലിൽ ഇതിനെക്കുറിച്ചുള്ള ഫുള്ള് ഫ്രിഡ്ജിന്റെ ഏതൊട്ട് ഇസഡ് വരെ എല്ലാ കാര്യത്തിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് കയറി വാച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ തെർമോസ്റ്റാറ്റ് മാറ്റാനായിക്കോട്ടെ, അതിനൊക്കെ തന്നെ സ്റ്റാർട്ടിംഗ് കോയിൽ മാറണമായിക്കോട്ടെ, ഹീറ്റിംഗ് കോയിൽ, അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഡൗട്ട് വരാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ നല്ല ലെന്ത് ആണെങ്കിൽ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അത് മാറിയെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് ചോദിക്കാൻ ഞാൻ അതിന് റിപ്ലൈ തരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങളെ പ്രോത്സാഹനം എന്ന് പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങളെ പ്രോത്സാഹനം നമ്മൾ ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ ലൈക്ക് ചെയ്യുക, അതിനൊക്കെ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യം കാണത്തില്ല. അപ്പം നിങ്ങളെ കൂട്ടുകാരൊക്കെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ആരൊക്കെ ആയിരിക്കും അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഇതിനെ കംപ്ലൈന്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയത്തില്ല അവർക്ക് വേണമെന്നുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് വേണമെന്നുള്ള വീഡിയോ ആയിരിക്കും, അവർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വർക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം.